ബജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വയനാടിനെയും വിഴിഞ്ഞത്തെയും അവഗണിച്ചതിൽ പ്രതിഷേധിക്കുന്നുവെന്നും മന്ത്രി. കേരളത്തിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല, സംസ്ഥാനങ്ങളോട് കേന്ദ്രം തുല്യനിലയിലുള്ള സമീപനം സ്വീകരിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളോട് കഴിഞ്ഞ ദിവസം കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നു എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെന്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല. ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല. 5 IITകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം വരുന്നത്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റ നിരാശാജനകമാണെന്ന് SKR സാജു ചേരുന്നുണ്ട്. സാജു, ഈ ധനമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിന്റെ ന്യായമായ പരിഗണന കിട്ടിയിട്ടില്ല. ഈ സംസ്ഥാനങ്ങൾക്കുള്ള വീതം വെപ്പിൽ എത്ര വലിയ അന്തരം കേരളത്തിന്റെ കാര്യത്തിൽ ഉണ്ട്? ഈ മുണ്ടക്കൈ ചൂരൽമല കാര്യം ദുഃഖകരവുമാണല്ലോ. ധന്യ, ഒരു കുന്നോളം പ്രതീക്ഷകളും അല്ലെങ്കിൽ കുന്നോളം ആവശ്യങ്ങളുമായിട്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രിക്ക് മുമ്പിൽ ഈ പ്രീ ബജറ്റ് ഡിസ്കഷന് സംസ്ഥാന ധനമന്ത്രി പോയത്. അപ്പോഴും അദ്ദേഹം കൈക്കുമ്പിളെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങേയറ്റം നിരാശാജനകമായിട്ടാണ് ഇന്ന് കേന്ദ്ര ബജറ്റിനോട് സംസ്ഥാന ധനകാര്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തോട് കടുത്ത അവഗണന കാട്ടി അതിൽ പ്രതിഷേധമുണ്ട് എന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത്. ലോകത്തെ തന്നെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു വയനാട്. ആ വയനാടിന് ഒരു 2000 കോടി രൂപയുടെ പാക്കേജ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ബജറ്റിൽ, പ്രസംഗത്തിലോ അതിന്റെ ഡോക്യുമെന്റിലോ ഒരിടത്തും അതേക്കുറിച്ച് ഒരു വിധത്തിലുള്ള പരാമർശങ്ങളുമില്ല എന്ന് സംസ്ഥാന ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ കേരളം മുന്നോട്ട് വെച്ചിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കണക്കിലെടുത്തുകൊണ്ട് കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതടക്കമുള്ള ഒരു കാര്യവും പരിഗണിച്ചില്ല. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തന്നെ പറയുന്ന കേന്ദ്രം വിഴിഞ്ഞത്തെ തഴഞ്ഞതിലുള്ള പ്രതിഷേധവും ധനമന്ത്രി രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം വിഴിഞ്ഞത്തിനായി 5000 കോടി രൂപയുടെ പാക്കേജും അതുപോലെ തന്നെ ഉപാധികളില്ലാത്ത VGF-ഉം ഒക്കെ കേരളം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനോടൊന്നും അനുകൂലമായ പ്രതികരണം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇത് സംസ്ഥാനത്തെ തഴഞ്ഞതിന് തുല്യമാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് ധനമന്ത്രി നടത്തുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വാചകങ്ങൾ കടമെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേ യൂണിഫോം തയ്പ്പിച്ചു കൊടുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്വാഭാവികമായും തഴയപ്പെടുന്ന ഘട്ടമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണത്തിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് അനുവദിക്കാനുള്ള ബജറ്റിലെ പ്രഖ്യാപനമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം LP സ്കൂളുകളിൽ പോലും ഇന്റർനെറ്റ് സംവിധാനമുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിന് കിട്ടാത്ത സ്ഥിതി വരും. ഇങ്ങനെയുള്ള അനോമലീസ് ധാരാളമായി ഉണ്ട്. ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ, അതായത് ഒരു 3rd ജനറേഷൻ വികസനമെങ്കിലും മുന്നിൽ കണ്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് ഉപകാരപ്പെടുകയുള്ളൂ. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണത്തെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം പരിശോധിച്ചാൽ കേരളത്തിന് 78,000 കോടി രൂപ കിട്ടണമായിരുന്നു. യഥാർത്ഥത്തിൽ കിട്ടിയത് 36,000 കോടി രൂപ മാത്രമാണ്. ഇത് തന്നെയായിരിക്കും ഇത്തവണയും വീതം വെപ്പിൽ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന് എത്തിച്ചേരുന്ന അവസ്ഥയെന്നാണ് സംസ്ഥാന ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം 24,000 കോടി രൂപയുടെ പാക്കേജായിരുന്നു സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നത്. അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം ഇപ്പോൾ നടക്കുന്ന വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഒരു 1000 കോടി രൂപ അനുവദിക്കണം എന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് വേണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഉണ്ടാവുകയായിരുന്നെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് മാത്രമല്ല രാജ്യത്തെ ആകമാനമുള്ള റബ്ബർ കർഷകർക്ക് അതിന്റെ ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ
അത്തരം കാര്യങ്ങളിലൊന്നും തീരുമാനം എടുക്കാതെ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നു എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. അതാണ് നമ്മൾ ധനമന്ത്രിയുടെ വാക്കുകളിൽ കേട്ടത്.